Good Good evening. evening, Miss A. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Ma'am. Good evening, ma'am. Good evening. Good evening. Good evening. How are you doing? Good evening. Yeah, yes, fine. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. Good evening. Okay, we can start. Good evening. Good evening. Yes, ma'am. Yes, ma'am. ഇന്നത്തെ prayer അഹില. Good evening, ma'am. Good evening, all. Thank you, dear God. I'm thankful for all you give, for your good food, for feel love, a place to live, a beautiful family you gave. I love you, God. Thank you for your all blessings. Thank you for your caring for me. Thank you. Okay, thank you, അഖില. അടുത്ത thought of day, ഷിറിൻ. Good evening to all. Today's thought is a day without laughter is a day waste. It means that when you laugh, you change, and when you change, the whole world changes around you and it turns magical. Always find a reason to laugh. It may not add year to your life, but will surely add life to your years. ചിരിക്കാത്ത ഒരു ദിവസം പാഴായ ഒരു ദിവസമാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ മാറുന്നു. നിങ്ങൾ മാറുമ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് ചുറ്റും മാറുന്നു. അത് മാന്ത്രികമായി തീരുന്നു. എപ്പോഴും ചിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങൾ ചേർത്തെന്ന് വരില്ല, പക്ഷേ തീർച്ചയായും നിങ്ങളുടെ വർഷങ്ങൾക്ക് ജീവൻ നൽകും. സോ ഓൾവേസ് സ്മൈൽ ആൻഡ് ബി ഹാപ്പി. താങ്ക് യു. Very good. Okay, thank you, ഷിറിൻ. Sign in, Samina. Hello. Good evening, ma'am and my dear friend. Today, signing off by Samina. ഞാൻ ഇന്ന് ഒരു അത്യാവശ്യം ഒരു എമർജൻസി കേസിലായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ജോയിൻ ചെയ്തോളൂ. എൻ്റെ അനിയൻ്റെ മോൻ ആക്സിഡന്റ് ഇതായിട്ട് കൈ കൊടിഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ പോകേണ്ടത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ കയറിയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ കുറച്ച് കുറവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, ഞാൻ തുടങ്ങിക്കോട്ടെ മാം. Yeah, yes. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ഒരു ടീച്ചർ, അത് മോണ്ടിസോറി ടീച്ചറായിട്ട് അതിനുള്ളൊരു പഠനത്തിലാണല്ലോ നമ്മളെല്ലാവരും. അപ്പൊ പ്രത്യേകിച്ച് മോണ്ടിസോറി നഴ്സറി ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കുട്ടികൾക്ക് ഫണ്ടമെന്റൽ ബേസ് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മളാണല്ലോ. അക്ഷരങ്ങളാണെങ്കിലും എന്ത് ഇതാണെങ്കിലും നമ്മളാണല്ലോ ഫസ്റ്റ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾവേസ് എല്ലാ ടീച്ചർമാർക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു കണ്ടന്റ് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, ഈ ഗോപിനാഥ് മുതുകാടിന്റെ. ആ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് ചില വാക്കുകളൊക്കെ എനിക്ക് നല്ലൊരു പ്രചോദനമായിട്ട് എനിക്ക് തോന്നി. അതിന്റെ ബേസിലാണ് ഞാനിതൊന്ന് പറയുന്നത്. അതിലിങ്ങനെ പറയുന്നുണ്ട്, ഒരു നല്ലൊരു അധ്യാപകൻ എന്ന് പറയുന്നത് അതിലിങ്ങനെ പറഞ്ഞാണ്, ഒരു ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണ് ഉള്ളതെന്നാണ് അതിലിങ്ങനെ പറയുന്നത്. അത് സത്യത്തിൽ അതൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലിങ്ങനെ പറയുന്നുണ്ട്, ഒരു 3 കാര്യങ്ങൾ ഒരു അധ്യാപകർക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചർക്ക് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്ന് പറയുന്നത് ജീവനുള്ളതെന്ന് പറഞ്ഞാൽ ജീവനായിട്ട് ഇരിക്കുന്നതല്ല, നമ്മളത് എപ്പോഴും അതൊരു ഉണർന്നിരിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. അതിലൂടെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഒരു അധ്യാപകൻ യഥാർത്ഥ ഒരു അധ്യാപകനായിരിക്കണം. അതായത് അറിവിൽ നിന്ന് അധ്യയനം നടത്തുന്നതിനേക്കാളും
അറിയലിൽ നിന്ന് അധ്യയനം നടത്തുന്ന ഒരാളായിരിക്കണമെന്നാണ് ആ ഒരു ഇതില് ഇങ്ങനെ കേട്ടത്. അതുപോലെ തന്നെ നമ്മുടെ അരികിലുണ്ടാവണം ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്കൂൾ ആ ഒരു ടൈമിൽ മാത്രം അധ്യാപകൻ വിദ്യാർത്ഥി എന്നിരിക്കല്ലാതെ ആ ഒരു സ്കൂൾ ടൈം കഴിഞ്ഞാലും വീട്ടിൽ ചെന്നാലും ഉമ്മിച്ചി ഇന്ന് എന്റെ അധ്യാപകൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു, എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ പഠനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രചോദനപരമായിട്ടുള്ള ഒരു കാര്യം പാരന്റിനോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അധ്യാപകരിൽ നിന്നുണ്ടാവണം. അങ്ങനെ ഒരു കാര്യം നമ്മുടെ നിന്ന് ഉണ്ടാവേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകർ ഇപ്പൊ 90 താഴത്തോട്ട് 90s 80s പഠിച്ച കുട്ടികളാണെങ്കിൽ നമുക്കറിയാം നമ്മളെയൊക്കെ നന്നായിട്ട് അധ്യാപകർ ശിക്ഷിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ആവറേജ് ലെവലിൽ പഠിച്ച ഒരു ആളാണ്. അപ്പൊ ഞാനൊക്കെ അത്ര വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടാറില്ല. പക്ഷെ എനിക്ക് മാത്സിന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 3ാം ക്ലാസ്സിൽ ഞാൻ പട്ടിക ടേബിൾസ് പഠിച്ചില്ല എന്നും പറഞ്ഞിട്ട് നല്ലൊരു തല്ല് എനിക്ക് തന്നിട്ട് എന്റെ കൈ ചുവന്നിട്ട് ഞാൻ ഉമ്മച്ചീനോടൊന്നും ഇങ്ങനെ പറഞ്ഞു അത് കുഴപ്പമില്ല, നീ പഠിക്കാനിട്ടല്ലേ, പഠിക്കാത്തോണ്ടല്ലേ നിന്നെ തല്ലിയെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? ക്രിമിനൽ കേസ് വരെ നമ്മുടെ അധ്യാപകനെതിരെ നമ്മൾ കൊടുക്കും. അതുപോലെ 1-2 വിഷമങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളതൊക്കെ മറന്നു പോകണം. പക്ഷെ നമ്മൾ ഇന്നും ആ അധ്യാപകരെ നമ്മൾ നെഞ്ചോട് കൂടി ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ഇന്നത്തെ സ്റ്റുഡന്റും നമ്മളും തമ്മിൽ നല്ലൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അതായത് അവരൊക്കെ ഡിജിറ്റൽ യുഗത്തിൽ പിറന്നു വീഴുന്നവരാണ് അവർ. നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ഒരു വിധത്തിൽ നമ്മൾ ചീത്താക്കിയിട്ടാണ്. ഞാനൊരു ടീച്ചറായിട്ട് പഠിക്കുന്ന ആളുപരി ഒരു 5 മക്കളുടെ അമ്മയെന്നുള്ളൊരു എക്സ്പീരിയൻസും കൂടി ഞാൻ ഇതിൽ പറയുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് മൊത്തം മൊബൈലിലും മറ്റേ ഇതിലൊക്കെ ലാപ്ടോപ്പിലൊക്കെയാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഉപകാരം അവർ തരുന്നുണ്ട്. കാര്യം ഈ ഫോൺ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അവര് ഇപ്പൊ ഈ സൂം മീറ്റിംഗ് കൊറോണ വന്നപ്പോ നമ്മൾ സൂം ഓരോ കാര്യങ്ങളൊക്കെ മീറ്റിംഗ് ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഉമ്മിച്ച് അങ്ങനെയാണ് അത് മൈക്ക് അങ്ങനെ മ്യൂട്ടാക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ കുറച്ചൊക്കെ ഞാനത് പഠിച്ച് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ചില ടീച്ചേഴ്സൊക്കെ നമ്മള് അനുഭവങ്ങളാണ് കേട്ടോ പറയുന്നത്, എല്ലാവരും ഉൾപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. നമ്മളൊന്നും അങ്ങനെ ആവരുത് എന്നുള്ള ചിന്തയിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ എന്റെ മോളൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ കൊണ്ടുവന്നതിനാ പറയും, ടീച്ചർ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തോളാൻ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഗൂഗിളാണ് ഇത് വന്നത്. അപ്പൊ എന്റെ മോൻ ഇപ്പൊ ജർമ്മനി പഠിക്കുന്ന എന്റെ മോൻ കഴിഞ്ഞ ദിവസം കണ്ണിൽ ഭയങ്കര ഒരു ചുമപ്പ് വന്നപ്പോ എന്റെ മോൻ പറഞ്ഞു, ഉമ്മിച്ചി എനിക്ക് കണ്ണുവേദന എടുക്കണം, നീ ഡോക്ടറെ കണ്ടില്ലേ? അപ്പൊ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ പറഞ്ഞ് ചിലപ്പോ കാഴ്ച ഇത്തിരി കുറയാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോ ഒരു അവിടെ തണുപ്പാണ് ഇപ്പൊ, അപ്പൊ അതുകൊണ്ട് കുറച്ചുമ്പോ അങ്ങനെ കണ്ണിന് അങ്ങനെ ഇത് വരും. അത് ഓരോന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഗൂഗിളാണോ വലുത്, ഡോക്ടറാണോ വലുത്, ഉമ്മിച്ച് പറയണാണോ വലുത് എന്ന് പറഞ്ഞപ്പോ അവൻ ഗൂഗിളിൽ തന്നെ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. പിന്നെ അവൻ ഡോക്ടറെ പോയി കണ്ടു, മരുന്നൊക്കെ വാങ്ങിച്ചതൊക്കെ കുറവ്. അപ്പൊ എന്ത് കാര്യത്തിനും ഒരു ഗൂഗിള്, അതുപോലെ തന്നെ ഇപ്പൊ അലക്സ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഈ അലക്സക്കോ അല്ലെങ്കിൽ ഗൂഗിളിനോ അല്ലെങ്കിൽ ഒരു ബുക്കിനോ സ്നേഹിക്കാനും അറിയാവുന്നതിനേക്കാളും ഏറ്റവും കഴിവ് ഒരു അധ്യാപകനും അല്ലെങ്കിൽ ഒരു ടീച്ചർക്കാണ് ആ കുട്ടിക്ക് എത്രത്തോളം പ്രതിഭയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ അവനിൽ കാണണം, അവനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട്. കാര്യം മൾട്ടിപ്പിൾ ഇന്റലിജന്റ് ഉള്ള പിള്ളേരാണ് ഇന്നത്തെ പിള്ളേര്. ചില പിള്ളേർക്ക് സയൻസിൽ അഭിരുചി ഇല്ലെങ്കിൽ അതിൽ മാത്സിനായിരിക്കും അഭിരുചി, ചിലവർക്ക് വരക്കാനായിരിക്കും. നമ്മുടെ കാലഘട്ടത്തിലൊന്നും ആരും ഇതൊന്നും ഒട്ടുമിക്കവരും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ പക്ഷെ നമ്മൾ ഇന്ന് ഓരോ കുട്ടികളെ നമ്മളിപ്പോ എന്തിനൊക്കെ വിടുന്നുണ്ട്, സ്കൂൾ കഴിഞ്ഞാൽ കരാട്ടെ അത് ഇതെല്ലാത്തിലും നമ്മൾ വിടുന്നുണ്ട്, നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ടീച്ചർക്ക് ആണ് ആ കുട്ടിക്ക് എന്തെല്ലാം കഴിവുണ്ടെന്ന് അറിയാനുള്ള ഒരു അധികാരവും കഴിവും ഒരു അധ്യാപകർക്ക് അത് ഉണ്ടാവുകയുള്ളൂ പാരന്റിനേക്കാളും. അപ്പോൾ നമ്മളത് ഒരു അധ്യാപകൻ ആവാൻ പോകുന്നതിൽ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ടീച്ചിങ് ഒരിക്കലും പ്രൊഫഷനാക്കി എടുക്കരുത്. എടുക്കരുതെങ്കിൽ അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ അതൊരു പാഷനായിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷൻ 3:30 മണിവരെയൊക്കെ എങ്ങനെയെങ്കിലും കാണിച്ചൊരുത്തിരി അങ്ങനെയുള്ളൊരു ചിന്തയിലാവാതെ അത് നമ്മുടെ കുട്ടികളാണെന്നുള്ള രീതിയിലും ഇത് എൻ്റെ പ്രൊഫഷന്റെ ഒപ്പം തന്നെ എന്തൊരു പാഷനായിട്ട് അതിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴേ നമുക്ക് ആ ജോലിയെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുകയുള്ളൂ. കാര്യം നമ്മൾ ഓരോ ദിവസവും ചില ദിവസങ്ങൾ രാവിലേക്ക് എനിക്ക് എണീക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓർക്കും ഞാൻ എണീറ്റില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യും, എന്ത് കഴിക്കും എന്നുള്ള ചിന്താഗതിയിൽ പാടില്ലെങ്കിൽ നമ്മൾ എണീറ്റ് വന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതേപോലെ തന്നെ എൻ്റെ മക്കളെ പോലെ തന്നെ മക്കളാണ് ആ മക്കൾ എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ആ മക്കളെ എല്ലാവരും
എല്ലാവരും ചേർത്ത് പിടിക്കണം. ഇപ്പൊ ഞാൻ 2 സ്കൂളുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് കുട്ടികളൊക്കെ ഭയങ്കര കാര്യവും എല്ലാവരും തന്നെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ചില കുട്ടികളൊക്കെ ഒരു ഇത്തിരി കുസൃതിയാണെങ്കിലും ആ കുട്ടികളൊക്കെ സ്നേഹമുള്ളവരാണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടെങ്കിലും ആ പിള്ളേരെയൊക്കെ ഒരേപോലെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും മാമിനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. Okay, Thank you. Samina. Ma'am, last class, Unit 3 Law of Natural Development. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പവർ ഓഫ് അറ്റൻഷൻ. Thank you, Shanti. താങ്ക് യു മാം. So, power of attention. And I'm very happy that Shanti alone, she is coordinating our class. And anybody supporting here? ഉണ്ടാവും, നിങ്ങൾ ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? ശാന്തി ഒറ്റയ്ക്കാണോ എല്ലാം ചെയ്യുന്നത്? യെസ് മാം. വെരി ഗുഡ് ശാന്തി. ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് പറ്റില്ല എന്നൊന്നും ശാന്തി പറഞ്ഞില്ല. സോ ദാറ്റ്സ് വെരി നൈസ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. പവർ ഓഫ് അറ്റൻഷൻ. കുട്ടികളുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ മെയിൻലി അതിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇതില്. ആ ഫസ്റ്റ് പാരഗ്രാഫ് ഹു ഈസ് ഗോയിങ് ടു റീഡ്? വായിക്കട്ടെ. Power of attention. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interest not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his 5 senses. In the Montessori environment, when children do activities, he develops his ability to focus and builds his personality. Originally, children are attracted to materials that appeal to their 5 senses. Next, the noun attracts the child, and lastly, it is the noun that attracts him to an activity. സോ നമുക്കറിയാം കുട്ടികളുടെ ഡെവലപ്മെന്റ് 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ഷൻസ്. കുട്ടികൾ എപ്പോഴും ആ സെൻസസ് യൂസ് ചെയ്ത് മാക്സിമം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവരുടെ പവർ ഓഫ് കോൺസെൻട്രേഷൻ, അതായത് ആഫ്റ്റർ 3 years ആ കോൺസെൻട്രേഷൻ ലെവല് നല്ല രീതിയിൽ തന്നെ കൂടും. അത് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ സെൻസസ് യൂസ് ചെയ്ത് അവർ ശ്രദ്ധിക്കും പല കാര്യങ്ങൾ, കാണുന്നതും കേൾക്കുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും ടച്ച് ചെയ്യുന്നതും അങ്ങനെ എന്തെല്ലാമാണോ അതെല്ലാം, സ്മെല് ചെയ്യുന്നതെല്ലാം, ആ എല്ലാ സെൻസസും യൂസ് ചെയ്ത് അവര് എല്ലാ കാര്യവും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. വളരെ ശ്രദ്ധയോടുകൂടി, വളരെ അറ്റൻറ്റീവ് ആയിരിക്കും. അപ്പൊ പല കാര്യങ്ങളും കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നു. അവർക്ക് അറിയാതിരുന്ന പല കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നു. അതിനോട് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു. അപ്പോ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമായിരിക്കും. ആ റിലേറ്റഡ് ഒരു ആക്ടിവിറ്റി. കുടി, മധുരം, ചില കുട്ടികൾക്ക് പുളിയോടായിരിക്കും ഇഷ്ടം തോന്നുക, ചിലപ്പോൾ മധുരത്തിനോടായിരിക്കും, ഉപ്പ് അതിനോട് താല്പര്യം തോന്നുന്നവരുണ്ടാകാം. അവർ ഇങ്ങനെ പല സെൻസസിന്റെ പല ലെവൽസും അവർ മനസ്സിലാക്കും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ അറ്റൻഷൻ സ്പാൻ, കോൺസെൻട്രേഷൻ ലെവൽ എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് ഇൻഡയറക്ട്ലി അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും കാരണമാകും. ഓക്കെ, ആ എൻവയോൺമെന്റുമായിട്ട് ഇവൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. എൻവയോൺമെന്റിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ എല്ലാത്തിനുമായിട്ടും നല്ല രീതിയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടായിരിക്കും.
Okay, then next two paragraphs ചെറുതാണ്, അതൊന്ന് ആരെങ്കിലും റീഡ് ചെയ്തോളൂ. The child concentrates. Concentration level ആണ് attention എന്ന് പറയുന്നത്. Okay. The child concentrates on those things that he already has in his mind, that he has absorbed in the previous period, for whatever has been conveyed has a tendency to remain in the mind to be pondered. Concentration is the way that opens up the child to the inherent treasure within him. When the child is able to conceive, he replaces an instinctive interest based on primitive impulses with intellectual interest. Now he becomes calmer, more controlled, and restored. പല കാര്യങ്ങളും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇപ്പോ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവർ ഓരോ ടൈമിലും ഓരോ ഡിസ്കവറീസ് ആ കുട്ടികൾക്ക്. ഒരു കാര്യം ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പുതിയ പുതിയ ഒരു ഡിസ്കവറീസ് അവരിലേക്ക് വരും. അപ്പൊ അങ്ങനെ എന്താണോ ചെയ്തത് അതിനകത്ത് അപ്പൊ ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കാര്യം ചെയ്യുമ്പോൾ അവർ ഭയങ്കര പോണ്ടേഡ്, ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യും. അതാണ് പോണ്ടേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവരുടെ മനസ്സ് അങ്ങനെ അഡൾട്ടിനെ സംബന്ധിച്ച് റിപ്പീറ്റേഷനേക്കാളും അവരെ എത്രയും പെട്ടെന്ന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. പ്രോസസ്സിനെ കുറിച്ച് അവർ തിങ്ക് ചെയ്യുന്നില്ല. കുട്ടി റിപ്പീറ്റ് ചെയ്യുമ്പോഴും ആ പ്രോസസ്സ് വളരെയധികം എൻജോയ് ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ച് അതിലങ്ങോട്ട് മുഴുകി അങ്ങനെയായിരിക്കും കുട്ടി ചെയ്യുന്നത്. ആ സമയത്ത് അവരുടെ തോട്ട് പ്രോസസ്സും വളരെ ഡീപ്പ് തന്നെയായിരിക്കും. മൈൻഡ് നല്ല ആ രീതിയിൽ അതൊരു മൈൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ടൂള് പോലെ തന്നെ ആകും. അപ്പൊ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ശരിക്കും ചെയ്യുന്നത്, നമ്മൾ നമ്മളിലേക്ക് തന്നെ അങ്ങായി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതുപോലെ തന്നെ അവന്റെ ഇന്നർ സെൽഫ് അതിലേക്ക് ഓപ്പൺ അപ്പ് ആവുകയാണ് കുട്ടി. അവന്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലേക്ക് ഓപ്പൺ അപ്പ് ആവുക. ഒരു ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുകയാണ്. ഫസ്റ്റ് ടൈം ചെയ്തു, സെക്കൻഡ് ടൈം ചെയ്തു, ഇപ്പൊ സ്പില്ല് ചെയ്തു, വാട്ടർ പുറത്തേക്ക് തെറിച്ചു പോയി. അപ്പൊ സെക്കൻഡ് ടൈം ചെയ്യുമ്പോഴേക്കും അവൻ അത് കെയർ എടുക്കും. അല്ലെങ്കിൽ അപ്പൊ ഡയറക്ടർസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ അവനെ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യും. ഒരു ഫണൽ കൊടുക്കും. ഫണൽ കൊടുത്തിട്ട് അത് വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ പറയും. അപ്പൊ അവൻ ശ്രദ്ധിക്കും. ഫണൽ യൂസ് ചെയ്തപ്പോഴുള്ള വ്യത്യാസം അവൻ മനസ്സിലാക്കും. അങ്ങനെ ഓരോന്നായിട്ട് അവൻ ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവന്റെ കോൺസെൻട്രേഷൻ ലെവലും വളരെ വൈഡ് ആയിട്ട് മാറും. ഇൻട്രസ്റ്റ് കൂടുന്നു. അപ്പൊ ഫണൽ യൂസ് ചെയ്യുമ്പോഴേക്കും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആവും. നേരത്തെ അവർ വെള്ളം ഒഴിച്ചപ്പോൾ മുഴുവനും ബോട്ടിലിൽ വീണില്ല, പകുതിയും താഴേക്ക് ആണ് സ്പില്ല് ചെയ്ത് പോയി. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ ഡയറക്ടേഴ്സ് അവൻ ആക്ടിവിറ്റി ചെയ്യുന്ന കാണുവാണെങ്കിൽ അവനൊരു ഫണൽ കൊടുക്കുമ്പോഴേക്കും ഫണൽ ഇങ്ങനെ വെക്കണമെന്നോ അങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അവൻ തന്നെ അത് ചെയ്യുമ്പോഴേക്കും അവന് ഫണലിന്റെ ആ ഇത് മനസ്സിലാകും. അങ്ങനെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇവന്റെ കോൺസെൻട്രേഷൻ ലെവലില് നല്ല വ്യത്യാസം വരും. അതവരുടെ ഇന്റലക്ച്വൽ ഇൻട്രസ്റ്റ്, ബുദ്ധി വികാസവും അതിനോട് ആ തോട്ട് പ്രോസസ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റോട് കൂടി കാമായിട്ട് ആ ഒരു കൺട്രോൾഡ് രീതിയിൽ ഇരുന്ന് ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് വൺ ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് വിൽ, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും റിപ്പീറ്റഡ് വർക്കാണ് നടക്കുന്നത്. അങ്ങനെ റിപ്പീറ്റഡ് വർക്കിലൂടെ അവൻ മോർ ക്രിയേറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അവന്റെ സെൽഫ് കൂടുതൽ ഡെവലപ്പ് ആകുന്നു. അത് 3 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ആ ഫസ്റ്റ് ഇൻട്രോ പാരഗ്രാഫ് ആരെങ്കിലും വായിക്കും, പിന്നെ ഓരോ സ്റ്റേജ് ആയിട്ട് ഓരോരുത്തർ വായിച്ചാൽ മതി. യെസ് പ്ലീസ്. Yes, anybody? Yes. Development of ഞാൻ വായിച്ചോട്ടെ. ആരാ നിങ്ങൾ തമ്മിൽ ഡിസൈഡ് ചെയ്തോ? നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ആൾക്ക് വായിക്കാം. അങ്ങനെ തീരുമാനിച്ച് റീഡ് ചെയ്തോളൂ. ഓക്കെ. Yes, Through Hari. repeated work, through repeated work, the child will slowly create will. As he repeats his work many times over a period of time, he gains power over his own actions. The child then moves to the second stage, that is accepting self-development as a way of life.
After accomplishing self-discipline as a way of life, the child reaches the third stage of the developed will involving the power to serve. Thus, Montessori observed 3 stages of development. യെസ്, ദർ ഇസ് 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് റിപ്പീറ്റഡ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുമ്പോഴേക്കും അവന്റെ ക്രിയേറ്റിവിറ്റി അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല. നെക്സ്റ്റ് ടൈം അവൻ അതിൽ മോർ ക്രിയേറ്റിവിറ്റി ചേർക്കാനായിട്ട് നോക്കും. നെക്സ്റ്റ് ടൈം ആവുമ്പോൾ വീണ്ടും അതിൽ എന്തെങ്കിലും വ്യത്യാസം വരും. അത് ഡിസ്കവറിയാണ്. പല രീതിയിലുള്ള ഡിസ്കവറി അവൻ നടത്തും ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. അപ്പൊ പല കാര്യങ്ങളും വരുന്നുണ്ട്. കോൺസെൻട്രേഷൻ ആ രീതിയിൽ വരും. അപ്പോ ക്രിയേറ്റിവിറ്റിയിൽ വ്യത്യാസം വരും. ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. കൂടുതൽ ഡിസ്കവറീസ് വരും. അങ്ങനെ വരുമ്പോഴേക്കും ഇവന്റെ സെൽഫ് അത് ഡെവലപ്പ് ആകാൻ തുടങ്ങും. അവന്റെ ആ ഒരു മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് സെൽഫ് ഡെവലപ്പ് ആകാൻ തുടങ്ങും. അതിന്റെ ഓരോ സ്റ്റേജസ് താഴെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് റിപ്പിറ്റേഷൻ. First stage, repetition. The child has a basic inner urge that directs him towards determined activities. He does not continuously direct his will. The child begins the repetition of an activity several times without obvious reason to an adult. However, internally, this repetition assists him in his psychic development. It is important to note that, however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interruption by an adult will have a disturbing effect on his psychic development, especially in terms of his self-concept. റിപ്പിറ്റേഷൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ ഒന്ന് ജസ്റ്റ് പറയാം. നമ്മൾ പലതവണ പറഞ്ഞു, അഡൾട്ട്സിന്റെ രീതികള് അവനിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങ് അറസ്റ്റ് ആവും. പലപ്പോഴും ഒരു ഡിസ്റ്റർബിങ് എഫക്റ്റ് ആണ് അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ്. ആ മെന്റൽ ഡെവലപ്മെന്റ് ഡിസ്റ്റർബിങ് എഫക്റ്റ് ആണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇവന് എപ്പോഴും ഒരു ഇന്നർ ഒരു ട്രിഗർ, ഒരു ആകാംക്ഷ, ഒരു ഇഷ്ടം തോന്നും പല ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട്. അവന്റേതായ ആക്ടിവിറ്റീസിലേക്ക് അവൻ ഒരു പാത്ത് കിട്ടുന്ന പോലെ ആ രീതിയിൽ ഇവന് ഈ പല റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് മൂലം നല്ലൊരു ട്രിഗർ ഇവനിൽ കിട്ടും. പലപ്പോഴും കോൺഷ്യസ്ലി ആയിരിക്കില്ല ചെയ്യുന്നത്. ഹി ഡസ് നോട്ട് കോൺഷ്യസ്ലി ഡയറക്ട് ഹിസ് വിൽ. അവനായിട്ട് കോൺഷ്യസ്ലി ചെയ്യല്ല, പക്ഷെ ഒരു അഡൽട്ട് ചെയ്യിക്കുമ്പോഴും അവരുടെ രീതിക്ക് ചെയ്യിക്കും. അത് ചിലപ്പോൾ അവന്റെ വില്ലിന് അഗെയിൻസ്റ്റ് ആയിരിക്കും, അവന് താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും. ഇവിടെ ഇവൻ തന്നെ ചെയ്യുമ്പോൾ അവൻ അറിയുന്നില്ല, അറിയാതെ തന്നെ അവന്റെ സെൽഫ് മെയ്ഡ് ഉണ്ടാവുക. അപ്പൊ ഈ ആക്ടിവിറ്റി പലതവണ റിപ്പീറ്റ് ചെയ്യുന്നു. അതേസമയം അഡൽട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അഡൽട്ട് ആവുമ്പോഴേക്കും അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടാകില്ല. അവരെ ഒരു രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ടാവും. അതിലൂടെ കുട്ടികളെ ചെയ്യാനായിട്ട് പല ആക്ടിവിറ്റീസും ചെയ്യിക്കാനായിട്ട് നോക്കും. പലപ്പോഴും കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ലോകമാണ്, അവരാണ് അവിടുത്തെ രാജാവ് എന്നുള്ള രീതിയിൽ, ഒരു മാസ്റ്റർ ഓഫ് ദാറ്റ് എൻവയോൺമെന്റ്. ആ രീതിയിൽ അവർ ആ ഒരു ഷോർട്ട് ടൈമിലാണ് ആക്ടിവിറ്റി ചെയ്യുന്നെങ്കിൽ കൂടിയും ദാറ്റ് ടൈം ഹി ഈസ് കൺട്രോളിങ് ഓൾ ദ തിങ്സ് വാട്ട് ഹി ഈസ് ഡൂയിങ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫുൾ കൺട്രോൾ അവനുണ്ടെങ്കിൽ അവൻ അതിന്റെ ഒരു മാസ്റ്റർ. ആ ഒരു രീതിയിൽ ഒരു എൻവയോൺമെന്റ്, അവന് ചുറ്റും ഒരു ലോകം അവനങ്ങ് ക്രിയേറ്റ് ചെയ്യുവാണ്. അത് അറിയാതെ തന്നെ ക്രിയേറ്റഡ് ആവുകയാണ്. പക്ഷെ അഡൽട്ട്സിന്റെ ഇന്ററപ്ഷൻ വരുമ്പോൾ അതൊരു ഡിസ്റ്റർബിങ് എഫക്റ്റ് ആയിരിക്കും. അവന്റെ മെന്റൽ ഡെവലപ്മെന്റ്, സൈക്കിക് ഡെവലപ്മെന്റ്, അവന്റെ സെൽഫ് കൺസെപ്റ്റ്, അവനൊരു കൺസെപ്റ്റ് ഉണ്ടാവും എല്ലാത്തിനെ കുറിച്ചും. അതെല്ലാം ഡിസ്റ്റർബ്ഡ് ആയി മാറുന്നു. ദാറ്റ് വിൽ അഫക്ട് ഹിസ് പേഴ്സണാലിറ്റി. ഓക്കെ, അതിലെ ആ ഒരു സ്റ്റേജിലെ ലാസ്റ്റ് പാരഗ്രാഫ്. യെസ് പ്ലീസ്. ഞാൻ വായിക്കാം. ഓക്കെ. As the third, yes, as the child sustains making his own decisions and movement in the environment, he slowly moves from an unconsciousness stage into consciousness. This is slow process and it development towards his continues.
contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to be encouraged. This child will is gradually developed as he en- Endeavors. endeavors to adapt to the limits of his chosen task. അത്ര മതി. To the limit. Yes, ma'am. His chosen task. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവന്റെ പേഴ്സണാലിറ്റി, അതായത് അവന്റെ സെൽഫ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ അവന്റെ സെൽഫ് ഡെവലപ്മെന്റ്, ഇതിനെല്ലാം ചിലപ്പോ അഡൾട്ട്സിന്റെ ആക്ടിവിറ്റീസ് ഒരു ഡിസ്റ്റർബിങ് എഫക്റ്റ് ആവും. അത് അവനറിയാതെ തന്നെ ഇതെല്ലാം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അവന്റെ റിപ്പീറ്റഡ് ആക്ടിവിറ്റി, അതിൽ അവൻ എൻവയോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അങ്ങനെ ഇതെല്ലാം ഉണ്ടാവും. കുട്ടി ഹിസ് ഓൺ ഡിസിഷൻസ്, അവന് കോൺഫിഡൻസ് ലെവല് എല്ലാം കൂടും. മൂവ്മെന്റ്, ആ എൻവയോൺമെന്റിലൂടെ അവൻ മൂവ് ചെയ്യുവാണ്. പലപ്പോഴും അവൻ ഒരു പക്ഷെ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ചെയ്യുമ്പോഴും അവന്റെ കൈയും കാലും മൂവ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് അവൻ അവിടുന്ന് ഒരു 5 or 6 തവണ എണീക്കുന്നുണ്ടാവും. ആ മൂവ്മെന്റ് നടക്കും. അതും ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുന്ന സമയത്ത് ശരിക്കും അവരൊരു കോൺഷ്യസ് ആയിട്ട് ഭയങ്കര ചിലപ്പോൾ ചുറ്റും നടക്കുന്നൊന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുകയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോൺഷ്യസ് സ്റ്റേജിലേക്ക് അവൻ മാറുകയും ചെയ്യും. അത് ഒരു സ്ലോ പ്രോസസ് ആണെങ്കിൽ കൂടിയും അത് എൻവയോൺമെന്റുമായിട്ടുള്ള കണ്ടിന്യൂസ് കോണ്ടാക്ട് വെച്ചിട്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ ഇരുന്ന് കളിക്കുകയായിരിക്കും, പക്ഷെ അവർ ചുറ്റും നടക്കണമെന്നൊന്നും അറിയില്ല. അവരുടെ കെയർ ഗീവർ അല്ലെങ്കിൽ മദർ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പല പല ആക്ടിവിറ്റീസിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. കുറെ കഴിയുമ്പോൾ കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതാണ്. അവർ ആ അൺകോൺഷ്യസ് ആയിട്ട് ഭയങ്കര കോൺസെൻട്രേഷനിലോട് കൂടി അവർ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ നിന്നും അൺകോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് അവർ പെട്ടെന്ന് തന്നെ കോൺഷ്യസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. കണ്ടിന്യൂസ് കോണ്ടാക്ട്, എൻവയോൺമെന്റുമായിട്ട് കണ്ടിന്യൂസ്ലി അവർ കോണ്ടാക്റ്റഡ് ആണ് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ. ആക്ടിവിറ്റി അവന്റെ എൻവയോൺമെന്റിൽ ചെയ്യുമ്പോൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യും. അൺകോൺഷ്യസിൽ നിന്ന് കോൺഷ്യസിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടാകും. അപ്പൊ അവന്റെ ആ മനസ്സ് എപ്പോഴും എൻഗേജ്ഡ് ആണ്, കണ്ടിന്യൂസ്ലി എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു പാത്ത് കൂടിയാണത്. ഓക്കെ, ദെൻ മാം ഈ NDVS മീനിങ് എന്താ? അതായത് എന്താ പറയാ, പർപ്പസ്ഫുൾ അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു എഫേർട്ട് എടുക്കുമല്ലോ. പർപ്പസ്ഫുള്ളി നമ്മൾ എഫേർട്ട് എടുക്കല്ലേ. ഇപ്പൊ എനിക്ക് ഒരു അസൈൻമെന്റ് എഴുതാനുണ്ട് അല്ലെങ്കിൽ എസ്സേ എഴുതാനുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഗൂഗിളിൽ നിന്ന് നോക്കി കോപ്പി ചെയ്യുന്നതിന് പകരം അതെനിക്ക് നല്ലപോലെ എഴുതണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളെന്താ നല്ല എഫേർട്ട് എടുത്ത് കുറെ റെഫർ ചെയ്തിട്ട് പർപ്പസ്ഫുള്ളി നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കും. അവൻ ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അവന് കിട്ടുന്ന ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ മാക്സിമം എഫേർട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് ലൈക്ക് ഒരു പർപ്പസ്, ഒരു എന്റർപ്രൈസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. അറ്റംപ്റ്റ്, എഫേർട്ട്, ജസ്റ്റ് മിയർ ട്രൈ അല്ല, സാധാരണ പോലൊരു ശ്രമമല്ല, നല്ല രീതിയിൽ മാക്സിമം ആയിട്ട് എടുക്കുന്ന എഫേർട്ട്, അതിനാണ് എൻഡിവേഴ്സ് എന്ന് പറയുന്നത്. അവനവിടെ ആ ടാസ്ക് ചെയ്യാൻ ഒരു ലിമിറ്റ്സ് ആയിരിക്കും, ബട്ട് ഹി വിൽ ഡു ഹിസ് മാക്സിമം. പർപ്പസ്ഫുള്ളി അതിലേക്ക് കൂടുതൽ എഫേർട്ട് എടുക്കും, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ്, self-discipline. Yes. Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child gets into the second stage in the development of the will, that is self-discipline as a way of life. In the stage, the child makes his own decision in his activity and obtain the responsibility as he makes conscious creative use of his capacities and understands the responsibility. This leads him to self-knowledge and self-possession. For example, in a simple caring exercise, he powers all the beings into a
Jug knowing that he should not spill any beans in the tray and yet accepting the result with responsibility by picking the spilled beans into the jug and putting it back on the shelves before going to another activity. Okay, so development of self-discipline. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മള് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റില്. നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മള് പ്രാക്ടിക്കൽസ് ചെയ്യുന്ന നമ്മളുടെ കുക്കിംഗ് ലാബ്, കിച്ചൺ സെയിം തന്നെയാണ് ഇവിടെ. കുട്ടികളെ കൊണ്ട് ബോട്ടിലിൽ വെള്ളം നിറപ്പിക്കുക, പിന്നെ കണ്ടെയ്നറിലേക്ക് പൾസസ്, റെയിൽസ്, അങ്ങനെ പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളിലെ അതെല്ലാം ഫില്ല് ചെയ്യിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ചെയ്യുന്നത്. പിന്നെ അവിടെയൊക്കെ എന്താ പറയാ, വാഷ് ചെയ്ത പാത്രങ്ങൾ എല്ലാം അടുക്കി വെക്കുക, അത് തുടച്ച് ഡ്രൈ ആക്കണമെങ്കിൽ തുടയ്ക്കുക. അവരുടെ ഏജിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ചെയ്യും. ചെറുതായിട്ട് അവിടെയൊക്കെ മോപ്പ് ചെയ്യുക, അവിടെയൊക്കെ സ്വീപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. അപ്പൊ ഇവിടെ ഒരു എക്സസൈസ് ആയിട്ട് പറഞ്ഞത്, അങ്ങനെ നമ്മളൊരു കണ്ടെയ്നറിലേക്ക് ബീൻസോ അങ്ങനെ എന്തെങ്കിലും പൾസസ് കുട്ടികളെ കൊണ്ട് നിറയ്ക്കുകയാണ്. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരവരുടെ കുഞ്ഞു കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. പലപ്പോഴും അവരുടെ കൈ തട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ അതെടുത്ത് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് 1-2 ബീൻസോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തേക്ക് പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകാതെ ശ്രദ്ധിക്കുന്നവർ ഭയങ്കര ശ്രദ്ധയോടുകൂടി അവർ ചെയ്യും. ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ ഒക്കെ അവർക്ക് ഇതുപോലെ പുറത്തേക്ക് പോവായിരിക്കും. നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ചെയ്യിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്ത് ചെയ്യുമ്പോഴും മാറ്റ് വിരിക്കും. എന്ത് ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിലും അപ്പൊ ഇതുപോലെ ഒരു മാറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കണ്ടെയ്നർ വെച്ച് ഒരു ക്യാരി ബാഗിൽ നിന്നാണ് ഈ ബീൻസ് ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ പയറോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നെങ്കിൽ അവര് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ 1-2 ഒക്കെ തെറിച്ച് വീഴുവാണെങ്കിൽ തന്നെ മാറ്റിലാണ് വീഴുന്നത്. അപ്പൊ തിരിച്ചത് പിക്ക് ചെയ്ത് ഈ കണ്ടെയ്നറിലേക്ക് തന്നെ ഇടാനായിട്ട് അവരെ പഠിപ്പിക്കും. ഒരു പലതവണ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ഈ പുറത്തേക്ക് പോകുന്നതിന്റെ അളവ് കുറയും, അല്ലെങ്കിൽ ഇല്ലാതാവും. അവർ വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഒന്നും ഫില്ല് ചെയ്യാതെ നല്ല നൈസായിട്ട് തന്നെ അവര് ഫില്ല് ചെയ്യും. ഈ കണ്ടെയ്നറിൽ പോർ ചെയ്ത് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ഇവരിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് സ്പിൽഡ് ബീൻസ് ഇൻ ടു ദ ജഗ് ആൻഡ് പുട്ടിങ് ഇറ്റ് ബാക്ക് ഓൺ ദ ഷെൽഫ്. ആൻഡ് എവിടെയാണോ അത് വെക്കേണ്ടത് അടച്ച് ആ ഷെൽഫിൽ വെക്കുന്നു. അടുത്ത ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഓക്കെ, സോ അവിടെ സെൽഫ് ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റ് ആണ്. നെക്സ്റ്റ് സെൽഫ് ഡിസിപ്ലിൻ, അതായത് ഒരു അച്ചടക്കം എന്നുള്ളത്. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ്, സെൽഫ് ഡിസിപ്ലിന്റെ മലയാളം പറയുവാണെങ്കിൽ ഒരു അച്ചടക്കം എന്നുള്ള രീതിയിൽ. തേർഡ് ഒബീഡിയൻസ്, അനുസരണ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അല്ലെ. ഓക്കെ, തേർഡ് സ്റ്റേജ് എന്താ പറയുന്നത്? Third stage, obedience. After achieving self-discipline, the child moves to the third stage in the development of will, that is, the power to obey. Again, it is a slow process and shows itself spontaneously and unexpectedly at the end of the long process of a maturation. This is now controlled intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Children learn best in the environment that connects freedom with self-discipline. True freedom cannot exist without self-discipline and the development of a skill for independent thought and action. Okay, so next, to obey. ഇപ്പം അഡൾട്ട്സ് എന്തെങ്കിലും പറയുവാണെങ്കിൽ ടു ഒബേ, അത് പക്ഷെ അവരുടെ ഇഷ്ടത്തോട്, വില്ലോടുകൂടി, താല്പര്യത്തോടു കൂടി, ഫോഴ്സ്ഫുള്ളിയോ ആ രീതിയിലല്ല. നമ്മളിപ്പോ ഒരു കാര്യം, ഇപ്പം നേരത്തെ ആ ബീൻസിന്റെ കേസ് പറഞ്ഞ പോലെ ഇതിപ്പോ സ്പിൽ ചെയ്ത് മാറ്റിലേക്ക് വീണു, നമ്മുടെ കുട്ടി എന്താ നീ കാണിച്ചേ അങ്ങനെ പറയാതെ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ദ മാറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക്. മാറ്റിലായതുകൊണ്ട് അത് ക്ലീൻ ആണ്, ക്ലീൻ ആയിട്ടുള്ള മാറ്റ് ആയിരിക്കണം, അത് നമുക്ക് നാശമായി പോകുന്നില്ല, അപ്പൊ നീ അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല, നമുക്കത് പിക്ക് ചെയ്ത് അതിലേക്ക് ഇടാം. സോ ഹീസ് ഒബേയിങ് ദാറ്റ്. അവനും ഹാപ്പിയായി, ഞാൻ ചെയ്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് താഴെ മാറ്റിലേക്കാണ് വീണത്, സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്, അത് നഷ്ടമായില്ല, ആ ഒരു ഫീഡ് കുട്ടിക്ക് വരും. സോ അവിടെ ഒബീഡിയൻസും കൂടെ അവിടെ ഡെവലപ്പ് ചെയ്യുക. സെയിം ആക്ടിവിറ്റിയെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. അങ്ങനെ അതിപ്പോ അവനെ ഗൈഡ് ചെയ്യുന്ന,
ഫെസിലിറ്റേറ്ററോ കെയർ ഗീവറോ ആര് തന്നെയായാലും അമ്മയോ ആര് തന്നെയായാലും ഈ രീതിയിൽ വേണം ചെയ്യാൻ. അപ്പൊ എപ്പോഴും അവരിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കാരണം അവരുടെ കുഞ്ഞു കൈകൊണ്ട് അവരിത് ചെയ്യുന്നത്. സോ ഒരു ക്ലീൻ മാറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ പാത്രം വെച്ചിട്ട് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിക്കുക. ഓക്കെ, ഫണൽ യൂസ് ചെയ്ത് വെള്ളം പോലുള്ളതൊക്കെ ആകുമ്പോൾ അങ്ങനെ നമുക്ക് സ്പില്ലേജ് ഒഴിവാക്കാം. അതേസമയം ഇത് കടല പരിപ്പൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോർ ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തെറിച്ച് പുറത്തേക്ക് 3-4 വരുന്നത് നമ്മൾ ചെയ്യുമ്പോഴും വരാറുണ്ടല്ലേ. അതുകൊണ്ട് ഇതുപോലെ ഒന്നില്ലെങ്കിൽ വലിയൊരു ട്രേ വെച്ചിട്ട് ട്രേയുടെ മുകളിൽ വെക്കുകയോ, ക്ലീൻ ആയിട്ടുള്ള ട്രേ അല്ലെങ്കിൽ ഇതുപോലെ മാറ്റ് പറയാൻ കാരണം മോണ്ടിസോറി എൻവിയോൺമെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാറ്റ് എന്ന് പറയുന്നത്. ഈ മാറ്റിന്റെ ഫോൾഡിങ് അൺഫോൾഡിങ് തന്നെ ഇവരുടെ ഒരു ആക്ടിവിറ്റിയാണ്. ഈ മാറ്റ് പലപ്പോഴും മോണ്ടിസോറി ക്ലാസ് റൂമിലെ പല പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുട്ടി തന്നെ പോയിട്ട് ഈ മാറ്റ് എടുത്ത് അൺഫോൾഡ് ചെയ്ത് നിലത്ത് വിരിച്ചിട്ടിട്ട് ഒരു ആക്ടിവിറ്റി കുട്ടിക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് മാറ്റ് പോയി എടുക്കുക എന്നുള്ളതാണ്. മാറ്റിന്റെ മുകളിൽ വെച്ചിട്ട് വേണം എല്ലാ മെറ്റീരിയൽസും തുറന്ന് ആക്ടിവിറ്റി ചെയ്യാൻ. അത് ആദ്യമേ തന്നെ അവർക്ക് അതിനുള്ളൊരു ഗൈഡൻസ് കിട്ടും. കുട്ടിക്ക് അറിയാം ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യാൻ മെറ്റീരിയൽ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ടേക്ക് വൺ മാറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അൺഫോൾഡഡ് ഐ ഹാവ് ടു ഇഫ് ഇറ്റ് ഈസ് ഫോൾഡഡ് ഐ ഹാവ് ടു അൺഫോൾഡ് ഇറ്റ്. അങ്ങനെ സ്പ്രെഡ് ചെയ്തതിനു ശേഷം മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ആക്ടിവിറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞ് മെറ്റീരിയൽസ് തിരിച്ച് അതേപോലെ എവിടെ നിന്നാണോ എടുത്തത് ആ ഷെൽഫിൽ കൊണ്ട് വെക്കും. അതും കഴിഞ്ഞില്ല, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ചെയ്യുന്നത് മാറ്റ് എടുക്കുന്നു, നല്ല ഭംഗിയായിട്ട് അത് ഫോൾഡ് ചെയ്ത് എവിടെയാണോ ഇടുന്നത് അവിടെ കൊണ്ടുപോയി ആ മാറ്റ് വെക്കും. അങ്ങനെയാണ് ഇവര് ശരിക്കും മോണ്ടിസോറി എൻവിയോൺമെന്റിന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ അപ്പൊ ഒബൈ ചെയ്യാനായിട്ട് പവർ ടു ഒബൈ ഇതൊരു സ്ലോ പ്രോസസ് ആണെങ്കിലും ഇത് ഒരു ലോങ് പ്രോസസ്സിലേക്ക് പോകും. അതായത് കുട്ടി അഡൾട്ട് ആവുമ്പോൾ ഈ നമ്മൾ പറഞ്ഞത് 3 to 6 years നമ്മൾ എന്താണോ കൊടുക്കുന്നത് സോ അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടുമ്പോൾ അഡൾട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കുട്ടികളെ ഓർത്ത് അവർ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കും അഡൾട്ട് ആവുന്ന സമയത്താവുന്നത്. അപ്പൊ ഈ ഒരു ഏജ്, ഈ ഒരു സെൻസിറ്റീവ് പീരീഡിൽ അവർക്ക് നല്ലത് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അവർ അതിനനുസരിച്ച് ഡെവലപ്പ് ആകും. അത് ലോങ് പ്രോസസ് ഓഫ് മെച്യൂറേഷൻ ആണ്. അവൻ മെച്യൂർ ആയി കഴിഞ്ഞാലും ഇതിന്റെ ഒരു ലോങ് പ്രോസസ് അവിടെ നടക്കുകയാണ്. അൺഎക്സ്പെക്ടഡ്ലി അത് മെച്യൂരിറ്റിയിലും ഇത് നടക്കുകയാണ്. ടീച്ചറെ, യെസ് പ്ലീസ്. അവരെ നമ്മള് ആ ടൈമിലെ ഇപ്പോ കൊച്ചു 3 years ആയ കൊച്ചിനെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും വീട്ടിൽ നിന്ന് അവര് ഫുഡ് വാരി ഇങ്ങനെ കൊടുത്തിട്ടായിരിക്കുമല്ലോ. അതെ അതെ. അപ്പൊ നമ്മുടെ അടുത്ത് അവരെത്തി കഴിയുമ്പോ ആദ്യത്തെ 1-2 ആഴ്ച നമ്മളിങ്ങനെ കൂടെ ഇരുന്ന് ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ കഴിക്കുക. അപ്പൊ ആ ഒരു പ്രീ KG ടൈമിൽ അവർ കുറെ ഫുഡ് താഴെ കളയുമെങ്കിലും പിന്നീട് അവരത് ഒരു 2-3 മാസം കൊണ്ട് ഒട്ടും തന്നെ കളയാതെ അതൊരു മത്സരം പോലെ. ഇപ്പൊ ഞങ്ങളുടെ അവിടെ കുട്ടികളെ ടീച്ചറെ എന്റെ ഒറ്റെണ്ണം പോയില്ല. അവരിപ്പോ നമ്മള് കൂടുതലും കുറെ കുട്ടികളെ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ താഴെ ചമ്രം പടിഞ്ഞിട്ടാ ഇരുത്തുക. അപ്പൊ അവർക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ നല്ല പെട്ടെന്ന് അത് കളയാതെ കഴിക്കാൻ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോഴാണ് ബെഞ്ചിലേക്ക് അവരെടുത്തി കൊടുക്കുക. ഓ ശരി, വെരി ഗുഡ്. ഓക്കെ, സോ ഞാൻ മോണ്ടിസോറി സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ താനെ പോയി ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് വന്ന് തുറന്ന് കഴിക്കുന്ന കുട്ടികളെയാണ് ഞാൻ കണ്ടത്. ഒന്നും പുറത്തു പോകുന്നില്ല. അവർ അത്രയും ട്രെയിൻഡ് ആയി കഴിഞ്ഞിരുന്നു ആ ഒരു സമയത്ത് ചെല്ലും. അങ്ങനെ കണ്ടിട്ടു. അസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാരുണ്ട്, അവരാരും കുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന ഒന്നുമില്ല, എല്ലാരും തന്നെ കഴിക്കും. സംടൈംസ് അവർക്ക് ചിലപ്പോ ഈ ലഞ്ച് ബോക്സ് തുറക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ എല്ലാരും അവർക്ക് ഇഷ്ടമുള്ള ഒരു സീറ്റിൽ പോയിരിക്കുന്നു. ലഞ്ച് കഴിക്കേണ്ട സ്ഥലത്തെ ഇഷ്ടപ്പെട്ട ഒരു സീറ്റിലോ എവിടെയെങ്കിലും പോയിരിക്കും. അവിടെ ഒരു മരം പോലെ ഉണ്ടായിരുന്നു, അതിന്റെ തണലിൽ ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങനെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നതും ഇത് വെക്കാൻ പറ്റുന്നതായിട്ടുള്ളതൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളത്. നമ്മളും അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഇങ്ങനെ അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, രമ്യ പറഞ്ഞാൽ ശരിയാ. കുട്ടികൾ അത് നല്ലപോലെ അവരത് കെയർ ചെയ്യും. ഇങ്ങനെ ചില കുട്ടികൾക്ക് ഇങ്ങനെ അവരിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ സൈഡിൽ വന്ന് കുറെ ഇങ്ങനെ പുറത്തേക്ക് പോവാനായിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും. അതെല്ലാം അവരുടെ ക്ലിയർ ആവും ബൈ പ്രാക്ടീസ്. പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ സ്ലോ പ്രോസസ് ആണ്. ബട്ട് ഈവൻ ദോ ഇറ്റ് ഇസ് സ്ലോ പ്രോസസ്, ലോങ് ലൈഫിലേക്കുള്ള ഒരു പ്രോസസ് ആയിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ്.
ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇൻഡിപെൻഡൻസ്, അവരുടെ തോട്ട് പ്രോസസ്, ക്രിയേറ്റിവിറ്റി എല്ലാം ഇതിന്റെ സൈഡായിട്ട് എല്ലാത്തിനും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ലൈക്ക് റെപ്പിറ്റേഷൻ ആണെങ്കിലും, ലോ ഓഫ് വർക്ക്, വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുന്നതും, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് വിൽ, സെൽഫ്, എല്ലാത്തിലും കണക്റ്റഡ് ആണ് ബാക്കി എല്ലാം. കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇത് ഈ പ്രോസസ് എല്ലാം കറക്റ്റ് രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവരുടെ ഇന്റലിജൻസ് ലെവലും മാറിക്കൊണ്ടിരിക്കും. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കും. Development of intelligence. Intelligence is the ability to learn or understand things and deal with new or difficult situations. In other words, it is the ability of the child to know his environment, the mental ability to coordinate different annotations and act accordingly in different situations. The starting point of intellectual development is the consciousness of difference or a distinction in his environment. The child makes understanding through the five senses, and he must organize these perceptions to make a mental order of his environment. To help the development of brilliance is to help put images of consciousness in order. യെസ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പെട്ടെന്ന് അത് പഠിക്കാനും, ലേൺ ഓർ അണ്ടർസ്റ്റാൻഡ് അല്ലെ, അതിനെ ഡീൽ ചെയ്യുന്നത്, അതെല്ലാം എന്താ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതായത് ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾക്ക് അതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ പുതിയൊരു കാര്യം വരുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്നു, അതിനെപ്പറ്റി മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇതെല്ലാം റിലേറ്റഡ് വിത്ത് ദി ഇന്റലിജൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി. ആ ഇന്റലിജൻസ് എന്നുള്ള എബിലിറ്റി ഉള്ള ഒരു കുട്ടികൾക്കാണ് അത് ചെയ്യാനായിട്ട് പറ്റും. ആ എൻവയോൺമെന്റിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവന്റെ മെന്റൽ എബിലിറ്റി, അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവൻ കോർഡിനേറ്റ് ചെയ്യുന്നു പല രീതിയിലും, അതിനനുസരിച്ചുള്ള സിറ്റുവേഷനിലും അതിനനുസരിച്ച് ഞാൻ ആക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് ബുദ്ധി ഉണ്ട്, നമ്മൾ പറയില്ലേ ചില കുട്ടികളുടെ കാര്യത്തിൽ ബുദ്ധി ഉണ്ട്. അവന് നമ്മൾ എന്തെങ്കിലും കാര്യം കാണിച്ചിട്ട് ഇത് ആ സാധനമാണെന്നും പറഞ്ഞ് പറ്റിക്കാൻ നോക്കുമ്പോൾ അവരുടെ അടുത്ത് നടക്കില്ല. അവർ ഇത് അതല്ല, ഇത് മറ്റേ സാധനമാണെന്ന് അവരിങ്ങനെ പറയില്ലേ. സോ ദാറ്റ് ഇസ് എ കോൺഷ്യസ്. അവർക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ഇത് ഡിഫറൻസ് മനസ്സിലാക്കുന്നതും എല്ലാം എൻവയോണിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കും. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ക്ലാസ്സിലെ ചെറിയ കുട്ടികൾ, അവർക്കൊരു ഡോള് കിട്ടിയാൽ, ഒരു കാറ് കിട്ടിയാൽ, അങ്ങനെ എന്ത് കിട്ടിയാലും അതൊക്കെ ജീവനുള്ളതാണെന്നൊരു തോന്നല അവർക്ക്. അതിനനുസരിച്ച് അവർ അതിനോട് സംസാരിക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിനെ കുളിപ്പിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും, മരുന്ന് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ഏജിന്റെ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കും ദിസ് ഇസ് നോട്ട് റിയൽ. മൂവ് ചെയ്യുന്ന അതിനാണ് ലൈഫ് ഉള്ളത്, അത് എല്ലാത്തിനും ഇല്ല. അങ്ങനെ അതൊക്കെ അവർ മനസ്സിലാക്കും. ലിവിങ് ഏതാണ്, നോൺ ലിവിങ് ഏതാന്നുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ അവർക്ക് മനസ്സിലാകും. ഇവിടെ 5 സെൻസസ്, ഈ പല അണ്ടർസ്റ്റാൻഡിങ്ങിനും ഇവർ ഈ 5 സെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇവര് മനസ്സിലാക്കുന്ന ഒരു സീക്വൻഷ്യൽ ആയിട്ട് ഒരു പ്രത്യേകം ഓർഡറിൽ അവരത് ആ ഒരു പെർസെപ്ഷൻ, അതിന്റെ ഒരു ചിത്രം, ഒരു രൂപം കൊണ്ടുവരും. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് കൂടുതൽ കോൺഷ്യസ് ആകും. നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺഷ്യസ് ആകും. ഇപ്പം ഒരു പെൻസിൽ കൊണ്ട് അവർ എഴുതുമ്പോൾ പെൻസിലിന്റെ ആ ഒരു പോയിന്റ് എങ്ങനെ ഇരിക്കണം, എന്നാലാണ് അത് നല്ലപോലെ എഴുതാൻ പറ്റൂ. പിന്നെ ചില കുട്ടികൾക്ക് ഷെയ്ഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഷെയ്ഡ് ചെയ്യണമെങ്കിൽ പെൻസിലിന്റെ ആ ഒരു പോയിന്റ് ബ്ലണ്ട് ആയിരിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ അവർ തിരിച്ചറിയും. അങ്ങനെ വന്നാൽ നല്ല ഷാർപ്പായിട്ടിരിക്കുന്നതുകൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങും. അവർ ഓരോന്ന് എഴുതുവാനും വരയ്ക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ. സോ അതിലെ ലാസ്റ്റ് പാരഗ്രാഫ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ഡെവലപ്മെന്റിലെ ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്. സോ വിൽ റീഡ്. Yes, ma'am. So the basis of intelligence development is the emotional impression that the child gets while he collaborates with his environment. At infancy, the child absorbs a lot of impressions unconsciously, and then it turns to conscious knowledge as he grows. So at the stage of intelligence development, the child needs refinement of senses, that is, more activities which will improve the impression through the senses. The activities should bring order and system to all the sensorial impressions the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc.
full, varied, and ordered sensorial exercises are the best preparation for the higher life of the ability in the child's years to come. സോ കുറച്ചും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ചെറിയ ഏജില് ജീവനില്ലാത്തത് ജീവനുണ്ടെന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അവർ ആ തിരിച്ചറിവ് കോൺഷ്യസ് ആവുന്നവര് അവർക്ക് മനസ്സിലാകാം വാട്ട് ഇസ് റിയൽ എന്നുള്ളത്. ആ റിയാലിറ്റിയുമായിട്ട് അവർ കൂടുതൽ കണക്ട് ആവും. ദാറ്റ് ഇസ് അവരുടെ ഇന്റലിജൻസ് കൊണ്ടാണ് ആ റിയാലിറ്റിയുമായിട്ട്. ഇപ്പൊ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ രൂപത്തിൽ നിന്നും അയാളുടെ ഏജ് മനസ്സിലാക്കി അയാളെ സല്യൂട്ട് ചെയ്യാനായിട്ട് അവർ പഠിക്കും. അങ്കിൾ, ആന്റി ഓർ ലൈക്ക് ദാറ്റ് അവരങ്ങനെ കോൾ ചെയ്യാനായിട്ട് പഠിക്കും. അങ്ങനത്തെ രീതികൾ വരും. അവർക്ക് തിരിച്ചറിയും, അവരാളുകളെ മനസ്സിലാക്കും, അച്ഛൻ ആരാണ്, അമ്മ ആരാണ്. സോ ആ രീതിയിൽ ചേട്ടൻ, അങ്ങനെയുള്ള ചേച്ചി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ കൂടുതൽ മനസ്സിലാക്കും. അവരിങ്ങനെ അവരുടെ നോളജ് ഇങ്ങനെ ഇംപ്രൂവ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. ആ സീക്രൂസ് അങ്ങനെ സെൻസസ് യൂസ് ചെയ്തു. ഈ സെൻസസ് കൂടുതൽ റിഫൈൻഡ് ആകും. ഇവർ കൂടുതലായിട്ട് ഇവരുടെ ഇന്റലിജൻസ് യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ സെൻസസ് കൂടുതൽ ഷാർപ്പ് ആകും, കൂടുതൽ ഫൈനായി മാറുകയാണ് സെൻസസ്. കൂടുതൽ ആക്ടിവിറ്റീസും ഇംപ്രൂവ് ചെയ്യുന്നു. അവരുടെ സെൻസസിന്റെ പലതിനെ ഇംപ്രൂവ് ചെയ്യുന്നു അവരുടെ ആക്ടിവിറ്റീസ്. വെറുതെ ചടഞ്ഞുകൂടിയൊരു മൂലക്കിരുന്ന കുട്ടിയുടെ സെൻസസ് ദാറ്റ് വോണ്ട് വർക്ക് പെർഫെക്റ്റ്. സോ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ സെൻസസ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പല കാര്യങ്ങളും അവർ മനസ്സിലാക്കുക. കളർ, ടെക്സ്ചർ, ഹൈറ്റ്, വെയിറ്റ്, ബ്രെഡ്ത്ത്, ലെങ്ത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, സൈസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ആയിട്ട് അവരെ മനസ്സിലാക്കുവാണ് സെൻസസ് യൂസ് ചെയ്യുമ്പോൾ. നല്ല വെയിറ്റാ എന്ന് പറയില്ലേ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുട്ടികൾ പറയാറില്ലേ, നല്ല രസമുണ്ട് ഇത് തൊടാൻ, ഇങ്ങനെ സ്മൂത്ത്നെസ് അങ്ങനെയൊക്കെ വരുമ്പോൾ. കളർ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ചില കളറിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ, സൈസ് കാണുമ്പോൾ ഇത് വലുത് അങ്ങനെയൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇവരുടെ ക്രിയേറ്റിവിറ്റി, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഞാൻ നിങ്ങളോട് ഒരു ആക്ടിവിറ്റി ചെയ്യണ കാര്യം പറഞ്ഞിരുന്നു. ഓഫീസിൽ നിന്ന് പറഞ്ഞതാണ് സാറ്. ഒരു 30 സെക്കൻഡ്സിൽ കുറയാതെ പറഞ്ഞിരുന്നോ? എല്ലാരും പ്രിപ്പയർ ചെയ്യണം ഒരു ആക്ഷൻ സോങ്. ക്ലാസ് റൂം ചാനലിന്റെ മെസ്സേജ് വരും, പക്ഷെ ക്ലാസ്സിൽ പറയണമെന്ന് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 30 സെക്കൻഡ്സ് മാക്സിമം അത്രയും മതി. ചെറിയൊരു ഷോർട്സ് പോലെ ഒരു ആക്ഷൻ സോങ് എല്ലാവരും റെഡി ആയിരിക്കണം. അത് വീഡിയോ, ഓഡിയോ നല്ല ക്ലിയർ ആയിരിക്കണം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. വൈറ്റോ എന്തെങ്കിലും ലൈറ്റ് ബ്ലൂ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഒന്നും വരാത്ത രീതിയിൽ ഓഡിയോ ആയിരിക്കണം. നമ്മൾ സബ്മിറ്റ് ചെയ്യാനാണോ? ക്ലാസിന്റെ ഇടയിൽ മാം ചെയ്യിപ്പിക്കുമായിരുന്നു. ക്ലാസ്സിലെ ആക്ഷൻ സോങ് ചെയ്യിക്കുന്ന അതല്ല, ഇത് നിങ്ങൾ അതിന്റെ വീഡിയോ എടുത്തിട്ട് സാർ ഒരു നമ്പർ തരും, വാട്സപ്പ് നമ്പർ, അതിലേക്ക് സെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഓൺ ക്രിയേറ്റിവിറ്റി ആണോ അതോ ഏതെങ്കിലും ഒരു ആക്ഷൻ സോങ് മതിയോ? ഓൺ ആയാലും നല്ലതാണ്, അല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. കേട്ടോ, ഓൺ ആണോ അതോ ഓൺ ക്രിയേറ്റിവിറ്റി എല്ലാവരും വേണ്ടത് എന്തോ നമുക്ക് ഒഴിവില് ടൈമില് ചെയ്തിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വിടല്ലേ വേണ്ടേ? അങ്ങനെയല്ലേ? ക്ലാസ് ടൈമിലല്ലല്ലോ. അതന്നെ, വീഡിയോ എടുത്ത് സേവ് ചെയ്ത് വെക്കും. നമ്പർ കിട്ടുമ്പോ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും. ഓഡിയോ മാത്രം മതി, അത് വീഡിയോ ഉൾപ്പെടെയാണോ? വീഡിയോ വേണം. വീഡിയോ വേണം അല്ലേ? ആക്ഷൻ സോങ് അല്ലേ? സോ വീഡിയോ ആണ് ഏറ്റവും. സൗണ്ട് മാത്രം അറിയില്ലല്ലോ. വീഡിയോ അല്ലാതെ വീഡിയോ ഇല്ലെങ്കിൽ കാണിക്കുന്നത് അറിയില്ലല്ലോ എന്ന് പറയാ. അതെ അതെ, ശരിയാണ്. ഓക്കെ, സോ മടിയൊക്കെ മാറി. ഇന്റേൺഷിപ്പിന് പോയപ്പോ ആക്ഷൻ സോങ് ഒക്കെ ഇപ്പൊ ഉഷാറായേറെ. അത് കൊള്ളാം, നല്ലൊരു കണ്ടുപിടുത്തം. ശരിയാ, ഇന്റേൺഷിപ്പ് പോകുമ്പോ നമ്മൾ ചെയ്ത് പോകും, കുഞ്ഞുങ്ങളല്ലേ. അവിടെ അതുകൊണ്ട് ഇപ്പൊ മടിയൊക്കെ പോയി. ആടിയും പാടിയൊക്കെ നിക്കാതെ അവരുടെ മുന്നിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അവർക്ക് പാട്ട് പാടിയാലേ, നമ്മള് സോങ് പാടുകയാണെങ്കിൽ അവർക്ക് എന്താ നല്ലൊരു ഫീല. കഥയും സോങ് ഒക്കെ ആണെങ്കിൽ അവര്
കഥ നമ്മള് നല്ല ടെൻഷനിലൊരു കഥയൊക്കെ ഉണ്ടാവില്ലേ, ആരെങ്കിലും കുടിക്കാൻ പോയി അങ്ങനത്തെയൊക്കെ പറയുമ്പോ അവരെല്ലാരും മുഖം വാടി ഇങ്ങനെ അത് കേട്ട് ലാസ്റ്റ് കഥ കഴിയും. ടീച്ചേഴ്സിന്റെ അടുത്ത് ഓരോരുത്തര് വന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവും ലാസ്റ്റ് കഥ കഴിയുമ്പോ. ടീച്ചേഴ്സ് ചോദിച്ചു എങ്ങനെ ഇവരെങ്ങനെ സൈലന്റ് ഇരുത്താൻ കഴിയണേന്ന്. അപ്പൊ നമ്മളെ ആശ്ചര്യം കാണിക്കുമ്പോ ഒരാകെ പേടിച്ച് കണ്ണൊക്കെ ഉറക്കെ പറയുമ്പോ അവൾക്ക് നല്ല ഫീലാണ്. കഥ പറ ടീച്ചറെ അല്ലെങ്കിൽ പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ നല്ല രസാണ്. കഥ പറയുമ്പോഴാണ് നല്ല സൈലന്റ് ആയിട്ട് മാഷ് പറയും ഇവിടെ ആരും കുട്ടികളൊന്നും ഇല്ലേന്ന് വെച്ച് വരും ഇങ്ങോട്ട് ക്ലാസ്സിക്ക്. അത്ര സൈലന്റ് ആയിരിക്കാം. ഒരു ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സ്റ്റോറിയോ നമുക്ക് ക്ലാസ്സിൽ ചെയ്യിക്കുന്നതാണല്ലോ. നമുക്ക് ആ ഫീൽ കിട്ടട്ടെ, കുട്ടികൾക്ക് മാത്രം കിട്ടിയാ കുട്ടികൾക്ക് കിട്ടുന്ന പോലെ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾ കുട്ടികളാവുമല്ലോ ആ സമയത്ത്. ഓക്കെ, ശരി. നല്ലൊരു ആക്ഷൻ സോങ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ. Okay, then development of imagination and creativity. Next one. So who will read? ഞാൻ വായിക്കട്ടെ. Yes, please. Development of imagination and creativity. According to Maria Montessori, these are inborn powers in the child which develop as his mental abilities are developed through his experiences as his grows. The child needs practical and ordered prescriptions of the environment to be capable of selecting and growing process necessary for creative endeavors. Yes. She believed that to help the child organize his perceptions, his should be free to join with an environment which should be real, beautiful, and harmonious. To be creative, it is important to foster three qualities: power of attention and concentration, autonomy and independence of judgment, which will provide freedom and ability to make his own decisions and opens to truth and reality. Bracketed, the child should be exposed to reality. പിന്നെ വായിച്ചാൽ പോരെ, ഇത്രയും മതിയല്ലോ. സോ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റീവ് മൈൻഡ്, അതാണ് കുട്ടികൾക്ക് ആവശ്യമുള്ളത്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. നമ്മൾക്ക് തന്നെ ചിലപ്പോ നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കും അവർ ഭയങ്കര വെറൈറ്റി ആയിട്ട് അത് കാണിക്കുന്നതാണ്. അവരുടെ രീതി വേറെ ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാം. വളരെ സിമ്പിൾ ആയിരിക്കുമ്പോൾ ഇങ്ങനെ അത് ചെയ്യാമോ എന്ന് ഞാനൊക്കെ പല പ്രാവശ്യം നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്തത് അവര് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യാലോ, പിന്നെ നമ്മളത് ഫോളോ ചെയ്യും, അവരെ അങ്ങ് ഫോളോ ചെയ്യും. മറിയ മോണ്ടിസോറി പറയുന്ന അങ്ങനെ കുറെ ഇൻബോൺ പവേഴ്സ് കുട്ടികളിലുണ്ട്. അതായത് കുറച്ച് കുട്ടികളിലല്ല, എല്ലാവരിലും ഇതുണ്ട്. അത് പുറത്തേക്ക് വരണമെങ്കിൽ അവരെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ആവരുത്. അവർക്ക് ആ ഒരു ഫ്രീഡം, അവരുടെ ഉള്ളിലുള്ളത് റിവീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് മാത്രമാണെങ്കിലാണ് അവർ അതെല്ലാം പുറത്തേക്ക് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അവന്റെ മെന്റൽ എബിലിറ്റീസ് അതെല്ലാം ഡെവലപ്പ് ചെയ്തു വരുവാണ് അവൻ വളരുന്നതിനനുസരിച്ച്. പിന്നെ അവന്റെ ഒരു പെർസെപ്ഷൻസ് ഉണ്ടാവും, അവന് ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ കുറിച്ച് അവന്റെ ഒരു കാഴ്ചപ്പാട്, അവൻ കാണുന്നത്. ഓരോരുത്തരും, എല്ലാവർക്കും കണ്ണുണ്ട്, കാഴ്ചയുണ്ടെങ്കിലും നമ്മളെല്ലാവരും വ്യൂ, നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ആ ഇമേജ് വരുന്നത് പല രീതിയിലായിരിക്കാം അല്ലെ. ഇപ്പൊ ഒരു റെഡ് കളറിലൊരു ഫ്ലവർ കാണുമ്പോൾ ചിലപ്പോ എനിക്ക് റെഡുമായിട്ട് റിലേറ്റ് ചെയ്ത വേറെ പല ഫ്ലവേഴ്സ് വരുമായിരിക്കും. ചിലർക്ക് റെഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഈ ഫ്ലവർ വേറെ എവിടെയെങ്കിലും കണ്ട ഓർമ്മ വരും. അങ്ങനെ നമ്മള് കാണുന്നതെല്ലാം ഈ ഒരു ചുമന്ന പൂവാണെങ്കിൽ പോലും നമ്മളുടെ ചിന്തകൾ പോകുന്നത് പല 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 ഏരിയയിലേക്കായിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും പെർസെപ്ഷൻസ് വേറെ ആയിരിക്കും. ഇങ്ങനെ പറയില്ല, ഇങ്ങനെ ആനയെ കാണാൻ പോയ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരും അവരുടെ പെർസെപ്ഷൻ ആയിരുന്നു. അവർക്ക് എന്താണോ അവർ ടച്ച് ചെയ്തപ്പോ എന്താണോ ഫീൽ ചെയ്തത് അവരത് വെച്ചിട്ടാണ് ആനയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കഥയുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടില്ലേ?
4 പേരും 4 ഡിഫറെന്റ് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ കുട്ടി എൻവയോൺമെന്റിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അവന്റെ ബ്രെയിനിലേക്ക് വരുന്ന പെർസെപ്ഷൻസ് വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അങ്ങനെ ഗ്രോയിങ് പ്രോസസ്സിന്റെ സമയത്ത് ഈ ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാക്സിമം എഫേർട്ടിൽ ആ ഒരു ക്രിയേറ്റീവ് എഫേർട്ട് നെസസറി തന്നെയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിന്തിക്കില്ല, കുട്ടികളുടെ തോട്ട്സ് ഡെവലപ്പ് ചെയ്യണം. കുട്ടിക്ക് അവന്റെ പെർസെപ്ഷൻസ് പലപ്പോഴും ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് അതുവരെയും അവൻ റിയൽ അല്ലാത്ത ജീവനില്ലാത്ത കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ഇന്റലിജൻസും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻസും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ തിരിച്ചറിയുക ദിസ് ഇസ് നോട്ട് റിയൽ, ദിസ് ഈസ് റിയൽ. ആ ഒരു രീതിയിൽ അവൻ റിയാലിറ്റി മനസ്സിലാക്കുന്നു. എൻവയോൺമെന്റിലെ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നു റിയാലിറ്റിയുമായിട്ട്. ബ്യൂട്ടിഫുൾ, ഹാർമോണിയസ്, അങ്ങനെയുള്ള രീതി. 3 ക്വാളിറ്റീസ് ആണ് ഈ ക്രിയേറ്റീവ് ആകാനായിട്ട്. 3 ക്വാളിറ്റീസ് ഇതെല്ലാം ബിൽഡ് ചെയ്യണം, ഫോസ്റ്റർ ചെയ്യണം. 3 ക്വാളിറ്റീസ്. പവർ ഓഫ് അറ്റൻഷൻ നമ്മൾ പറഞ്ഞു, കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവന്റെ അറ്റൻഷൻ. ഇവനിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവരുത്, ഡിസ്റ്റർബൻസിൽ നല്ല കോൺസെൻട്രേറ്റഡ് അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം. അറ്റൻഷനും കോൺസെൻട്രേഷനും അത് ആണ് പറയുന്നത്. പിന്നെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് കുറച്ചുകൂടെ അത് ശരിയാക്കാം. അപ്പൊ അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ജഡ്ജ് ചെയ്യുന്നു, അല്ലാതെ വേറൊരു കാര്യത്തെ ജഡ്ജ് ചെയ്യുന്നതല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ ഓട്ടോണമി, സ്വയമായിട്ട് ആ ഒരു സെൽഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അപ്പൊ അവൻ ആ ഒരു ഫ്രീഡം, എബിലിറ്റി, അവന്റെ ആ കപ്പാസിറ്റി ഓൺ ഡിസിഷൻസ് എടുക്കാനും റിയാലിറ്റിയെ കണക്ട് ചെയ്യാനും ഓപ്പൺ ആവാനും ആ ഒരു ഇത് ക്രിയേറ്റീവ് ആകുമ്പോൾ ഈ എല്ലാ ക്വാളിറ്റീസും 1 by 1 ആയിട്ട് ഇവനിലേക്ക് ആഡഡ് ആവുകയാണ് ചെയ്യുന്നത്. റിയാലിറ്റി അവൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫാന്റസി എന്നുള്ളതിൽ നിന്ന് പുറത്തു വരും. കാരണം ഇവര് കളിക്കുമ്പോൾ, ഡോളൊക്കെ വെച്ച് കളിക്കുമ്പോൾ അവരൊരു ഫാന്റസി വേൾഡിലാണ്. അവരുടെ ഈ ക്രിയേറ്റിവിറ്റി ഇന്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ഏജ് സ്പാനില് ഇവര് റിയാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുന്നു. ഫാന്റസിയിൽ നിന്നും അവരകന്നു മാറും. സോ ഇത് ഒരു ഇങ്ങനെയുമുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. സോ ഈ ഒരു ആക്ഷൻ സോങ് എല്ലാവരും പ്രിപ്പയർ ആക്കി വെച്ചോളൂ. നമ്പർ കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്യാലോ. അത് ഓൺ ആയാലും അല്ലാത്തായാലും പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് അത് ആ കാര്യത്തിൽ സാറിന് ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ലായിരിക്കും. നമ്മുടെ സ്വന്തമായിട്ടുള്ളതാകാം ആക്ഷൻ സോങ്. അല്ലാതെ വളരെ എന്താ പറയുക യൂസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന കുറെ ഇഷ്ടപ്പെട്ട കുറെ ആക്ഷൻ സോങ് ഉണ്ടല്ലേ. ഇഫ് യു ഹാപ്പി ആൻഡ് യു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവരൊക്കെ, ഇനി പോണവരൊക്കെ ആ ഒരു ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ നല്ല രസമായിട്ട് അവര് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകും. ആരെങ്കിലൊക്കെ അത് ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ശരിക്കും ക്ലാസ് റൂമിൽ എല്ലാരെയും കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. മോണ്ടിസോറി പഠിക്കുമ്പോൾ നമ്മള് ട്രെയിനീസ് എല്ലാരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ആക്ഷൻസ് ഉണ്ടായിരുന്നു. പറഞ്ഞു പാട്ട് പാടാൻ വരുന്നത്. അത് ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. ശരിക്കും നിങ്ങൾ എല്ലാരെയും കൊണ്ടൊന്ന് വീഡിയോ ഓൺ ചെയ്ത് ചെയ്യിക്കേണ്ടതായിരുന്നു. ഇഫ് യു ഹാപ്പി ആൻഡ് ടു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് നമുക്ക് ആഡ് ചെയ്യാം കൂടുതൽ ആക്ഷൻസ് അതിലേക്ക്. Okay then, so Shanti, we can wind up. ഓക്കെ മാം, ഇന്ന് സൈൻ ഔട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ല മാം. അതുകൊണ്ട് ഞാൻ തന്നെ ജസ്റ്റ് 2 വാക്ക് മാത്രം പറയുന്നുണ്ട്. വെരി ഗുഡ്. നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുത്ത ടീച്ചറിനും എന്നോട് കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എന്റെ ഹൃദയം നിറയുന്ന നന്ദി പറയുന്നു. അത്രേ ഉള്ളൂ മാം. ഓക്കെ, താങ്ക് യു. Thank you so much. Have a nice day. Thank you, ma'am. Thank you, ma'am. Good night. Have a nice day. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Bye. Thank you, ma'am. Bye. Bye. Good night.